അപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ കണ്ട ചില സിനിമകൾക്ക് ഒരു USP ഉണ്ടാവും. അതുകൊണ്ട് മാത്രം ആ സിനിമ എത്ര തവണ വന്നാലും നമ്മൾ വീണ്ടും കാണും. അങ്ങനെയുള്ള 3 സിനിമകളാണ് മമ്മൂട്ടിയുടെ സൈന്യം, സുരേഷ് ഗോപിയുടെ കാശ്മീരും, മോഹൻലാലിന്റെ ഈ ഒരു ചിത്രം. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച USP എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇങ്ങനെയുള്ള സംഗതികൾ ഈ പടത്തിൽ മാത്രമേ നമുക്ക് കാണാൻ കിട്ടുകയുള്ളൂ. അപ്പോൾ മാന്ത്രികത്തെ സംബന്ധിച്ച് നായകന്റെ ആ ഒരു സ്ട്രീറ്റ് സ്മാർട്ട് ഗൈ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, അത് കഴിഞ്ഞ് ഒരു ബാരൻ ലാൻഡ് പോലുള്ള സ്ഥലത്തുള്ള ഒരു ഹോട്ടലും അവിടെയുള്ള 2 സാധുക്കളെ ഇയാൾ സഹായിക്കുന്നതും, എന്നാൽ പതിയെ പതിയെ ഇയാളുടെ ഐഡന്റിറ്റി റിവീൽ ആവുന്നതും, അത് കഴിഞ്ഞ് ഒരു പ്രത്യേകതരം വസ്ത്രധാരണ രീതിയിലുള്ള വില്ലനും അവരുടെ സെറ്റപ്പും, കൂടെ അവർ ബന്ദിയാക്കി വെച്ചിരിക്കുന്ന വലിയൊരു സാൻഡിസ്റ്റും, എല്ലാത്തിനും ഒടുക്കം നായകന്റെ വക ഈ പറഞ്ഞ സാൻഡിസ്റ്റിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു റെസ്ക്യൂ മിഷൻ. അങ്ങനെ 90s ഈ സിനിമയ്ക്ക് മുൻപും പിൻപിലുമൊന്നും കാണാത്ത അത്യാവശ്യം യുണീക്ക് സംഗതികൾ ഈ പടത്തിലുണ്ടായിരുന്നു. ആൻഡ് മോഹൻലാൽ എന്ന എന്റർടൈനറിന്റെ ഫ്ലെക്സിബിലിറ്റി നന്നായി ചൂഷണം ചെയ്തൊരു സിനിമ കൂടിയായിരുന്നു ഇത്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു ചിത്രമൊക്കെ ഇറങ്ങുമ്പോഴേക്ക് ജഗദീഷ് എന്ന ആക്ടർ ഒരു ഇൻഡിപെൻഡന്റ് ഹീറോ എന്ന നിലക്കും പേരെടുത്ത് കഴിഞ്ഞിരുന്നു. പക്ഷെ എന്നിട്ടും അദ്ദേഹം എന്തിന് ഈ പടത്തിലും മമ്മൂട്ടിയുടെ സിദ്ധാർത്ഥ, സ്റ്റാലിൻ, ശിവദാസ് പോലുള്ള സിനിമകളിലും സൈഡ് റോൾ ചെയ്യാൻ നിന്നുകൊടുത്തു എന്നത് ഇപ്പോഴും എനിക്ക് അതിശയകരമായ ഒരു കാര്യമാണ്. പിന്നെ ഈ സിനിമയെ പറ്റി പിൽക്കാലത്ത് അറിഞ്ഞ ഒരു റിവലേഷൻ ആയിരുന്നു നമ്മുടെ ജയിലറിലെ വർമ്മന്റെ ആദ്യത്തെ സ്ക്രീൻ അപ്പിയറൻസ് അത് ഈ പടത്തിലൂടെയായിരുന്നു എന്ന്.